ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് വളരെയേറെ കേരളം മൊത്തം ചർച്ച ചെയ്ത ഒരു പൊതുവായ പ്രശ്നമൊന്ന് എടുത്ത് ചെറുതായിട്ടൊന്ന് അതിനെപ്പറ്റി ചിന്തിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എല്ലാവരും കേട്ട ഒരു കാര്യമാണ്, അങ്കമാലിയിൽ ഷീല സണ്ണി എന്നൊരു വീട്ടമ്മ യാതൊരു തെറ്റും ചെയ്യാതെ ട്രാപ്പിൽപ്പെടുത്തി 72 ദിവസം ജയിലിൽ കിടന്നത്. 72 ദിവസം ജയിലിൽ കിടന്നിട്ട് അവരുടെ സ്വന്തം ആളുകൾ ഒക്കെ ജാമ്യത്തിന് ഇറങ്ങി ജാമ്യമെടുത്ത് പുറത്തിറങ്ങി ചെയ്തു. അതിൽ ഒത്തിരിയേറെ കരളലിയിക്കുന്ന കഥകളുണ്ട്. അത് ഏതൊരു മനുഷ്യ മനസ്സാക്ഷിയെയും ഒരു ജനാധിപത്യ ഭരണ സംവിധാനമുള്ള രാജ്യത്തെയും ഒത്തിരി വേദനിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. ലഹരി വസ്തുവല്ലാത്ത ഒരു വസ്തു കൈവശം വെച്ച് എന്നുള്ള കാരണത്താൽ എങ്ങനെയാണ് കേസെടുക്കുന്നത്? കേസെടുത്തു. കേസെടുത്താൽ ലഹരി വസ്തുവല്ലാത്ത ഒരു കാര്യം, അത് ലഹരി, അതിൻ്റെ അകത്ത് ലഹരി സാന്നിധ്യമില്ലെന്ന് പരിശോധിക്കാൻ എത്ര ദിവസം, പരിശോധിച്ച് റിസൾട്ട് വരാൻ എത്ര ദിവസം എടുക്കും? പരിശോധിച്ച് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ലഹരി ഇല്ല എന്ന് ബോധ്യം വന്നാൽ എന്താണ് അതിന് ചെയ്യുന്നത്? അതിൻ്റെ അർത്ഥം നടപടിക്രമം എന്താണ്? ഒരാൾ ജയിലിൽ കിടക്കുകയാണ് കുറ്റം ആരോപിച്ച്. എന്നിട്ട് അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ വളരെ വളരെ പരിതാപകരമായ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കേസെടുത്ത എൻ്റെ ചാർജ് ഷീറ്റൊക്കെ കൈകാര്യം ചെയ്ത എക്സൈസ് ഉദ്യോഗസ്ഥൻ ഒരു സംശയത്തിന് നിഴലിലാണ്. നാരായണൻ ദാസ് എന്ന് പറയുന്ന ഈ വ്യക്തിയുമായി എക്സൈസ് ഉദ്യോഗസ്ഥൻ്റെ അടുപ്പം, ഇവർ തമ്മിൽ നിരവധി കാര്യങ്ങൾ ഇതുപോലെ ഒത്തുകളിച്ച് നിരപരാധികളെ ഇതുപോലെ ശിക്ഷിച്ചിട്ടുണ്ട്. നിരപരാധികൾ ഒത്തിരിയേറെ വേദന അനുഭവിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇതിന് പിന്നിൽ ഇവരെ സഹായിച്ച ഈ നാരായണദാസ് എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ, ഏലൂരൊക്കെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ആ മനുഷ്യൻ കാരണം അനേക കുടുംബങ്ങൾ നശിച്ചു പോയെന്നാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാന ഒരു വരുമാനമുള്ള ബിസിനസ്സുണ്ട് അദ്ദേഹത്തിന്, അത് ഹണി ട്രാപ്പാണ്. ആരെ വേണമെങ്കിലും ഹണി ട്രാപ്പിൽ പെടുത്താൻ, ഏത് വിധ ഹീനകൃത്യം ചെയ്യാൻ അദ്ദേഹത്തിനൊരു മടിയില്ലെന്നാണ് എൻ്റെ അടുത്ത ഏലൂരുടെ സുഹൃത്തുക്കൾ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം. അതുകൊണ്ട് ഈ ഹണി ട്രാപ്പിൽ ഒക്കെ പോലെയുള്ള ഏത് ചതിയും വഞ്ചനയും ചെയ്യുന്ന വ്യക്തിയെ ഈ എക്സൈസ് ഉദ്യോഗസ്ഥൻ കൂട്ടുപിടിച്ചോ എന്ന് സംശയമുണ്ട്. കൂട്ടുപിടിച്ചോ എന്ന് സംശയമുള്ള കാര്യമെന്ന് പറയാൻ കാരണം, യാതൊരു തെറ്റും ചെയ്യാതെ 72 ദിവസം ജയിലിൽ കിടന്നു എന്ന് പറയുമ്പോൾ, നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഈ ഷീല സണ്ണി മയക്കുമരുന്ന് സൂക്ഷിച്ചിട്ടില്ലെന്ന് ഏതാണ്ട് ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് കിട്ടിയതാണ്. അതിന് പരിശോധന ഫലം വന്നു. എന്നിട്ട് എന്തിനാണ് 42 ദിവസം എക്സ്ട്രാ ആയിട്ട് ഈ റിസൾട്ട് വന്നിട്ട് എന്തുകൊണ്ട് അത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തില്ല? ആ ഒറ്റ കാരണത്താലാണ് ഈ എക്സൈസ് ഉദ്യോഗസ്ഥനും ഈ നാരായണദാസ് എന്ന് പറഞ്ഞ ഇത് വെച്ച് പിടിപ്പിച്ച് എന്ന് പറയപ്പെടുന്ന ആളുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കേണ്ടത്. അത് അതിനെപ്പറ്റിയുള്ള ഈ എക്സൈസ് ഉദ്യോഗസ്ഥൻ ഇതിന് മുൻപ് ചെയ്ത മുഴുവൻ നടത്തിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി രാജേഷ് മന്ത്രി ഇതിനൊരു വിശദീകരണം ചോദിക്കേണ്ടതാണ്, വകുപ്പ് തല അന്വേഷണം നടത്തേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് മയക്കുമരുന്നിൻ്റെ സാന്നിധ്യമില്ല ഈ സ്റ്റാമ്പിലെന്ന് തെളിഞ്ഞിട്ട് 40-ൽ പരം ദിവസം, 42 ദിവസമോ മറ്റോ ആണതിൻ്റെ വ്യക്തമായ കണക്ക് എനിക്കറിയാം. എങ്കിലും 42 ദിവസത്തോളം വീണ്ടും ജയിലിൽ കിടന്നു. എന്തുകൊണ്ട് ഇതിൻ്റെ ചാർജ് ഷീറ്റ് ഇതിനകത്ത് ഇതിൻ്റെ റിസൾട്ടിൻ്റെ കോപ്പി കോടതിയിൽ പ്രസൻറ്റ് ചെയ്തില്ല? അത് അങ്ങേയറ്റം കുറ്റകരമായ കാര്യമാണ്. എന്നിട്ടും ഒരു തെറ്റും ചെയ്യാതെ വീണ്ടും ജയിലിൽ കിടക്കുകയാണ്. അതിന് നമ്മുടെ കേരളത്തിൽ അനേകം സാംസ്കാരിക നായകന്മാരും വലിയ അനേകം വ്യക്തികളും മാധ്യമങ്ങളും ഒക്കെ അത് വേണ്ടത്ര ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. എനിക്ക് വളരെ വിനീതമായി അഭ്യർത്ഥിക്കാനുള്ള, സംസ്ഥാന സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, അവർക്ക് ഉചിതമായ നഷ്ടപരിഹാരം കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാണ്. ഈ ഉദ്യോഗസ്ഥർ ശമ്പളത്തിൽ പിടിച്ചിട്ടാലും കുഴപ്പമില്ല. അതായത് 42 ദിവസം എക്സ്ട്രാ ജയിലിൽ കിടന്നതിനുള്ള നഷ്ടപരിഹാരം. അതിലുപരിയായി യാതൊരു തെറ്റും ചെയ്ത മയക്കുമരുന്നിൻ്റെ സാന്നിധ്യമില്ലാത്ത സാധനം ഈ ഉദ്യോഗസ്ഥനോട് സപ്പോർട്ട് കൂടി ചെയ്തതാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആ കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തണം. അത് കേരള സമൂഹത്തിൻ്റെ മനസാക്ഷി ഉണരണം ഈ കാര്യത്തിൽ. അങ്ങനെയെങ്കിലേ ഇതിലൊരു ഒരു 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 വിടുതൽ കിട്ടുകയുള്ളൂ. എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്,
ഈ സംസ്ഥാനത്തെ ഒരു ജനപ്രതിനിധിയുടെ മകന് യഥാർത്ഥത്തിൽ മയക്കുമരുന്ന് കഞ്ചാവുമായി പിടിച്ചിട്ട് അതിന് ആ വ്യക്തിക്കെതിരെ കേസില്ല. എന്തൊരു ഇരട്ട നീതിയാണെന്ന് ഓർക്കണേ. ഒരു ജനപ്രതിനിധിയുടെ ഒരു MLA മകനെ കഞ്ചാവുമായി പിടിച്ചിട്ട് കേസെടുത്തിട്ട് ചാർജ് ഷീറ്റ് കൊടുത്തോൾ ആ പയ്യൻ്റെ പേരില്ല. അപ്പോൾ യാതൊരു കേസുമില്ലാതെ യാതൊരു മയക്കുമരുന്നും സൂക്ഷിക്കാതെ ഈ എക്സൈസ് ഉദ്യോഗസ്ഥന് അതുപോലുള്ളവരുടെ ഒത്തുകളിയോടെ ചതിവിൽപ്പെടുത്തി ഒരു 72 ദിവസം ഒരു വീട്ടമ്മ ജയിലിൽ കിടന്നതിന് ആർക്കും ഒരു വേദനയുമില്ല. അവർക്ക് ഉചിതമായ നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറാകണം. എനിക്ക് പ്രിയപ്പെട്ട ഷീലാ സണ്ണിയോട് പറയുവാനുള്ളത്, യേശുവിൽ വിശ്വസിക്കുന്ന ആളാണല്ലോ അങ്ങും. യേശു പഠിപ്പിച്ച ഒരു മെത്തഡുണ്ട്. യേശു ഒരു പാപവും ചെയ്തിട്ടല്ല, ഒരു തെറ്റും ചെയ്തിട്ടല്ല ഇതുപോലെ ശരീരത്തിൽ മനസ്സിലും എല്ലാം പീഡകൾ ഏറ്റെടുത്തത്. യേശുവിനെ പ്രതി അങ്ങ് സഹിക്കണം. സഹിക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ചെയ്യണം. സഹിക്കുന്നതിന് ഫലം കിട്ടാൻ താങ്കളെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി, മാനസികമായും ശാരീരികമായി എല്ലാ തരത്തിലും പീഡിപ്പിച്ച അവർക്ക് വേണ്ടി ശരിക്കും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ മത്തായി സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിന് 44-ും 45-ഉം വചനങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിച്ചവരെ ശപിക്കരുത്, അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവിൻ്റെ മക്കളായിത്തീരുമെന്ന്. അവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ബഹുമാനപ്പെട്ട ഷീലാ സണ്ണിയെ ഉപദ്രവിച്ച, കള്ളക്കേസ് കൊടുത്ത, ജയിലിലടച്ച, ഇതിനു വേണ്ടി ഒത്തിരി നിങ്ങൾക്കെതിരായ പ്രവൃത്തി എല്ലാവർക്കും വേണ്ടി ഇതുപോലെ ഒന്ന് ക്ഷമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ അവരുടെയൊക്കെ തലയിലും അനുതാപത്തിൻ്റെ തീക്കനൽ വീഴും. കാരണം ഒരു ദൈവത്തിൻ്റെ ഒരു തനി സാന്നിധ്യം, ഇവിടെ ദൈവത്തിനൊരു മുഖമുണ്ട്, ഒരു നിയമമുണ്ട്, നിയമവ്യവസ്ഥയുണ്ട്, ഒരു സത്യമുണ്ട്. അത് മാത്രമേ വിജയിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ കുറ്റങ്ങൾ ചെയ്തവർക്കൊക്കെ ഇനിയും അനുദപിക്കാനുള്ള സമയമുണ്ട്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ഷീലാ സണ്ണി ഇവർക്ക് വേണ്ടി ക്ഷമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവേദലിന് ദൈവത്തിൻ്റെ സമർത്ഥമായ അനുഗ്രഹം ഉണ്ടാകും. ഈശോ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.